Hello everyone, welcome back to part 2 Speaking 90 Insider Framework. പാർട്ട് 1 എങ്ങനെയാണ് പി ടി അൽഗോരിതം വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത് മാത്രമല്ല പി ടി സ്പീക്കിംഗിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. റീഡ് അലോട്ട്, റിപ്പീറ്റ്സ് ഉണ്ട്, ഡിസ്ക്രൈബ് ഇമേജ്. അപ്പം ഈ പാർട്ട് 2 നമ്മൾ അതിൽ റെസ്റ്റ് ഓഫ് ദി ടാസ്ക് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് മാത്രമല്ല യു ആർ ഗോയിങ് ടു ലേൺ why memory is not the key to high speaking scores, how fluency and pronunciation secretly score content marks. Then എങ്ങനെയാണ് സ്പീക്കിംഗ് ടാസ്ക് ഷുഡ് ബി ഹാൻഡിൽ സ്ട്രാറ്റജിക്കലി നോട്ട് ഇമോഷണലി. അപ്പൊ ഈ പാർട്ടിൽ നമ്മൾ ഇതൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ റീറ്റൽ ലെക്ചർ തൊട്ട് റെസ്പോണ്ട് ടു സിറ്റുവേഷൻ വരെ ഇന്ന് ഡിസ്കസ് ചെയ്യും. പ്ലസ് ഫ്ലുവൻസി പ്രൊനൗൺസിയേഷന്റെ ഇമ്പോർട്ടൻസ് കൂടി നമ്മൾ ഇന്ന് പഠിക്കും. അപ്പം ഈ പാർട്ട് മറക്കാതെ വാച്ച് ചെയ്യുക. വാച്ച് ടിൽ ദി എൻഡ്. സോ വിത്ത് മച്ച് നോ ഡിലേ, ലെറ്റ്സ് ബിഗിൻ. So I'll share my screen with you. So as you can see, retail lecture, algorithm shortcut, read lecture scores more for intonation, continuity than idea. നമുക്കറിയാം പി ടി സ്പീക്കിംഗിൽ ഫോർത്ത് ടാസ്ക് ആണ് റീഡ് ലെക്ചർ. എക്സാമിൽ you will get like ഒരു 2 to 3 questions in the exam, and read the lecture contributes marks towards your listening and speaking. അപ്പോൾ റീഡ് ലെക്ചറിൽ പറയുന്നത് നമുക്കൊരു ഓഡിയോ ആയിരിക്കും കേൾക്കുന്നത്. ഓഡിയോ കേൾക്കുമ്പോൾ നമ്മളത് ലിസൺ ചെയ്യും. റീഡ് ലെക്ചർ ഈ പാർട്ട് തൊട്ടാണ് നമ്മൾ എക്സാമിൽ നോട്ട് പാഡും മാർക്കറും യൂസ് ചെയ്യുന്ന ഒരു ടൈമാണ്. കാരണം ഓഡിയോ പ്ലേ ചെയ്യുമ്പോൾ നമ്മൾ ആ ഓഡിയോയിൽ റിലേറ്റഡ് കീവേഡ്സ് നോട്ട് ചെയ്യും, ഫ്രേസസ് നോട്ട് ചെയ്തിട്ട് ഓഡിയോ കഴിയുമ്പോൾ നമുക്ക് 10 സെക്കൻഡ്സ് ആയിരിക്കും നമുക്കൊരു പ്രിപ്പറേഷൻ ടൈം തരുന്നത്. ആ 10 സെക്കൻഡ്സ് കഴിയുമ്പോൾ മൈക്ക് ഓപ്പൺ ആവും. നമ്മൾ എന്താണോ എഴുതി വെച്ചേക്കുന്ന ഫ്രേസസ് നമ്മൾ അതൊരു സെന്റൻസ് സ്ട്രക്ചർ ആക്കിയിട്ട് നമ്മളൊരു 35 to 40 സെക്കൻഡ്സിനുള്ളിൽ നമ്മൾ റെസ്പോൺസ് കൊടുക്കണം. 40 സെക്കൻഡ്സ് ആണ് റെസ്പോൺസ് ടൈം. 40 സെക്കൻഡ് തന്നെ സംസാരിക്കേണ്ട, അതിനുള്ളിൽ അതായത് 35 സെക്കൻഡ്സ് അബാവിലും സംസാരിക്കണം. സോ 35 to 38 സെക്കൻഡ്സ് നമ്മൾ റെസ്പോൺസ് കൊടുക്കുക. 40 സെക്കൻഡ്സ് കഴിഞ്ഞിട്ട് നമ്മളിത് സംസാരിക്കരുത്. ലൈക്ക് ഫിനിഷ് ബിഫോർ 40 സെക്കൻഡ്സ്. റീഡ് ലെക്ചറിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഓഡിയോയുടെ കൂടെ ഒരു ഇമേജ് കൂടി തരും. ഓഡിയോ റിലേറ്റഡ് ഇമേജ് ആണ്, പക്ഷെ നമ്മൾ ഇമേജിനെ നോക്കിയല്ല നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ ഓഡിയോയിൽ വരുന്ന റിലേറ്റഡ് ടോപ്പിക്, അതിന്റെ കീവേഡ്സ്, നൗൺസ്, വേർബ്സ്, ഇതൊക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് എഴുതി വെക്കുന്നത്. ദെൻ യു ക്യാൻ ഫോം എ സ്ട്രക്ചർ, ദെൻ യു ക്യാൻ ജസ്റ്റ് സ്പീക്ക്. അപ്പൊ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് യു ഷുഡ് നോട്ട് യൂസ് ടെംപ്ലേറ്റ്സ് such as I need to speak for 40 seconds, the audio was informative. അങ്ങനത്തെ മെമ്മറൈസ്ഡ് ആയിട്ടുള്ള സെന്റൻസ് യൂസ് ചെയ്യാതിരിക്കാൻ നോക്കാം. കാരണം ഇതിനെല്ലാം ഹ്യൂമൻ ഇവാലുവേഷൻ ഉണ്ട്. അപ്പോൾ മെമ്മറൈസ്ഡ് സെന്റൻസ് ഒരിക്കലും യൂസ് ചെയ്യരുത്. നമ്മൾ നാച്ചുറൽ ആയിട്ട് ആ സമയത്ത് പ്രിപ്പയർ ചെയ്ത് പറയുന്ന പോലെ തോന്നണം. Algorithm actually it rewards for intonation, continuity, not idea count. നമ്മൾ സംസാരിക്കേണ്ട സമയം ലൈക്ക് 35 to 40 സെക്കൻഡ്സ് ആണ്. മോർ ദാൻ ദാറ്റ് ഗിവ് അതിന് ഇപ്പൊ നമ്മൾ 40 സെക്കൻഡ്സിന് അബവ് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു എക്സ്ട്രാ മാർക്സോ ഒന്നും തരില്ല. സോ അത് മാത്രമല്ല നമ്മൾ 40 സെക്കൻഡ്സ് അബവ് സംസാരിക്കുമ്പോൾ എന്ത് പറ്റുന്ന അത് ഫ്ലുവൻസിയും കൂടി അഫക്റ്റ് ചെയ്യും. സോ 90 മെത്തേഡ് ഇസ് വെരി സിമ്പിൾ ആണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ക്ലാരിറ്റി ആണ്. സോറി, മെയിൻ ടോപ്പിക് ഓഫ് ദ ലെക്ചർ ആണ്. You have to clearly state the main topic of the lecture. പിന്നെ പറയുന്നത് 2-3 കീവേഡ്സ്, ആ ഓഡിയോ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രേസസ് കളക്ട് ചെയ്യുക. പിന്നെ ഇതെല്ലാം നമ്മളൊരു സെന്റൻസ് സ്ട്രക്ചർ, നമ്മൾ വേർഡ്സ് വെച്ചിട്ട് നമ്മൾ അതിനെ കണക്ട് ചെയ്യുക. സോ ഇറ്റ്സ് ലൈക്ക് എ കോസ് ആൻഡ് എഫക്റ്റ് പോലെ. പിന്നെ അവോയ്ഡ് ലിസ്റ്റിംഗ് the facts randomly. Instead, explain the idea smoothly with a natural rise and fall in your voice. Robotic ആകരുത്. ഓക്കെ, സി റീഡ് ലെക്ചർ എന്ന് പറയുന്നത് നമുക്ക് അതേപടി കേട്ട് അങ്ങനെ നമ്മൾക്ക് എന്താണോ ഓഡിയോയിൽ കേൾക്കുന്ന ഓഡിയോയിൽ ഫുൾ അങ്ങനെ എഴുതിയെടുക്കാൻ എന്നല്ല പറയുന്നത്. ഓഡിയോയിൽ ആദ്യം നമ്മളൊരു 5 to 10 സെക്കൻഡ്സ് ശ്രദ്ധിക്കുക, എന്താണ് ടോപ്പിക് എന്ന് കേൾക്കുക, ആ ടോപ്പിക് നോട്ട് ചെയ്തിട്ട് ടോപ്പിക് റിലേറ്റഡ് കീവേഡ്സ് എഴുതി വെച്ചെടുക്കുക. പിന്നെ
10 സെക്കൻഡ്സിനുള്ളിൽ നമുക്കത് ഫുള്ള് ഫ്രെയിം ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമുക്ക് പ്രിപ്പയർഡ് ആയിരിക്കണം. ഓക്കെ, ഈ കീവേഡ്സ് വെച്ചിട്ട് നമ്മൾ അത് കേട്ടിട്ടാണ് സംസാരിക്കുന്നത്. So the flow maintain ചെയ്യുക, intonation, then cause effect, ഇതാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ഇതൊരു മെമ്മറി ടെസ്റ്റ് ഒന്നുമല്ല, ഇറ്റ് ഈസ് എ ഫ്ലുവൻസി ആൻഡ് സ്ട്രക്ചർ ടെസ്റ്റ്. നിങ്ങൾ ആ കേൾക്കുന്ന ഓഡിയോസ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കും. ആൻഡ് നോട്ട് ടേക്കിംഗ് ടെക്നിക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ട് ടേക്കിംഗ് സ്കില്ല് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ നോട്ട്സ് എടുക്കുന്നത് ഫുൾ സെന്റൻസ് ആയിട്ട് എഴുതരുത്. യു ക്യാൻ യൂസ് സിമ്പിൾസ് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഇത് എഴുതി വെച്ചേക്കുന്നത് കുറച്ച് ലെജിബിൾ ആയിരിക്കണം. നമ്മൾ എഴുതി വെച്ചിട്ട് നമുക്ക് തന്നെ അത് മനസ്സിലായില്ലെങ്കിൽ യു വിൽ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൾട്ട്. സോ റൈറ്റ് ഇറ്റ് ക്ലിയർലി ആൻഡ് ലെജിബിൾ ആയിട്ട് എഴുതുക. നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ യു ക്യാൻ യൂസ് ഷോർട്ട് ആൻസർ സിമ്പിൾസ് ഒക്കെ യൂസ് ചെയ്യുക. കാരണം ഒത്തിരി ഐഡിയാസ് വേണം നമുക്ക്. ആ ഫ്രേസസ് ഒത്തിരി ഉണ്ടെങ്കിൽ നമുക്ക് ആ 35 സെക്കൻഡ്സ് റെസ്പോൺസ് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതിന് താഴെ 30 സെക്കൻഡ്സിന് താഴെ നമ്മൾ സംസാരിച്ച് നിർത്തേണ്ട വരും. അപ്പൊ അങ്ങനെ ചെയ്യാതെ നോട്ട് ടേക്കിംഗ് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. കേൾക്കുന്ന വേർഡ്സ് അപ്പൊ തന്നെ എഴുതിയെടുക്കുക. നമ്മൾ പിന്നെ കേൾക്കുമ്പോൾ നോട്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ കേൾക്കുന്നത് എല്ലാം നോട്ട് ചെയ്യണ്ട. ആ ഓഡിയോയിൽ പറഞ്ഞ അങ്ങനെ ഓരോ വേർഡ്സും നോട്ട് ചെയ്യണ്ട. അതിൽ ഇമ്പോർട്ടൻറ്റ് ഫ്രേസസ്, അപ്പൊ ടോപ്പിക് കേൾക്കുമ്പോൾ തന്നെ അറിയാം ആ ടോപ്പിക് റിലേറ്റഡ് ഫ്രേസസ് ഏതൊക്കെയാ വരുന്നത്, അത് നോട്ട് ചെയ്തിട്ട് നമ്മൾ 35 to 40 സെക്കൻഡ്സിനുള്ളിൽ നമ്മളത് സംസാരിക്കാം. 2 അല്ലെങ്കിൽ 3 ക്വസ്റ്റൻ ആയിരിക്കും എക്സാമിന് വരുന്നത്. ഇമ്പോർട്ടൻറ്റ് കീ പോയിന്റ്സ് ആണ് അവിടെ പറയാൻ നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ മെമ്മറൈസ് സെന്റൻസസ് നമ്മൾ ഒരിക്കലും അതിനകത്ത് പറയരുത്. സോ ബിക്കോസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫ്ലുവൻസി, കോണ്ടന്റ് ആൻഡ് പ്രൊനൗൺസിയേഷൻ ഇമ്പോർട്ടന്റ് ആണ്. കോണ്ടന്റ് എന്ന് പറയുന്നത് നമ്മൾ ഓഡിയോയിൽ കേൾക്കുന്ന ഇമ്പോർട്ടന്റ് കീവേഡ്സ് ആണ് വേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ആൻസർ ഷോർട്ട് ക്വസ്റ്റ്യൻ. ആൻസർ ഷോർട്ട് ക്വസ്റ്റ്യൻ ഇസ് ദി 5th ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് അറിയാം ആൻസർ ഷോർട്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ടാസ്ക് വലിയ നമുക്ക് ഹൈ വെയിറ്റേജിലൊന്നും വരുന്നതല്ല. കാരണം ഈ ക്വസ്റ്റ്യന്റെ മാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ലിസണിങ്ങിലോട്ട് മാത്രമാണ്, സ്പീക്കിങ്ങിലോട്ടേ അല്ല. Okay, it is contributing to listening only. Speaking sectionൽ answer short question is not giving mark. So അപ്പൊ അതിൽ നമ്മൾ വരുന്നത് നമുക്കൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്. ആ ക്വസ്റ്റ്യൻ കേട്ടിട്ട് നമ്മൾ 1 അല്ലെങ്കിൽ 2 വേർഡിൽ ആൻസർ കൊടുക്കുക. ഓക്കെ, ആൻസർ 1 or 2 വേർഡ്, ലൈക്ക് നോട്ട് ലൈക്ക് എ സെന്റൻസ് ആയിട്ട് നമ്മൾ ആൻസർ പറയേണ്ടത്. നമ്മൾ എന്താണ് ക്വസ്റ്റ്യൻ കേൾക്കുന്നത്, ഇതൊരു ജനറൽ നോളജ് ക്വസ്റ്റ്യൻ ആയിരിക്കും. നമ്മൾ കേൾക്കുന്ന ക്വസ്റ്റ്യന് ജസ്റ്റ് 1 അല്ലെങ്കിൽ 2 വേർഡ്, നമ്മളത് ഫുൾ സെന്റൻസ് ആയിട്ട് ഫ്രെയിം ചെയ്തിട്ട് പറയണം. ജസ്റ്റ് 1 or 2 വേർഡ് ആൻസർ ഇസ് വെരി മച്ച് ഇനഫ്. ക്വസ്റ്റ്യൻ കേൾക്കുക, ക്വസ്റ്റ്യൻ ഇപ്പോൾ 1 വേർഡ് ആൻസർ ആണെങ്കിൽ അത് 1 വേർഡ് കൊടുക്കുക. ഡോണ്ട് ഗിവ് എ ഫുൾ സെന്റൻസ് ആയിട്ട് നമ്മൾ പറയാൻ ശ്രമിക്കേണ്ട. ഈ ബാഡ് അപ്രോച്ച് എന്നത് ഫില്ലേഴ്സ്. നമ്മൾ ഓഡിയോ കേട്ട് കഴിയുമ്പോൾ തന്നെ നമ്മൾ റെസ്പോൺസ് കൊടുക്കണം. ഒരുപാട് നേരം നമ്മൾ മിണ്ടാതിരിക്കാനും പറ്റില്ല. വാട്ട് ഹാപ്പൻസ് ലൈക്ക് നമുക്ക് റെസ്പോൺസ് കൊടുക്കാൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ മൈക്ക് ഓഫ് ആവും. കാരണം മൈക്ക് വെയിറ്റ് ചെയ്യുന്നതിന് ഒരു ടൈം ഉണ്ട്. നമ്മൾ ആ റെസ്പോൺസ് കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ ലൈക്ക് അതേപോലെ ഫില്ലേഴ്സ് അതുപോലത്തെയും ചെയ്യാതിരിക്കുക. ലോങ് ആൻസേഴ്സ്, നോ ഫില്ലേഴ്സ്, നോ ആർട്ടിക്കൽസ്, ജസ്റ്റ് 1 വേർഡ് ആൻസർ. ഓക്കെ, ജസ്റ്റ് ഇപ്പം നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഒരു ക്ലോസസ്റ്റ് കാറ്റഗറി അല്ലെങ്കിൽ ആ ക്വസ്റ്റനിൽ ഇരിക്കുന്ന ഇതിലൊരു വേർഡേലും നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ആൻസർ ഒന്നും പറയാതിരിക്കരുത്. ജസ്റ്റ് ട്രൈ ടു അറ്റൻഡ്, ബിക്കോസ് എല്ലാം ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് വരുന്നത്. എക്സാമിന് 5 to 6 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് എക്സാമിന് വരുന്നത്, 5 അല്ലെങ്കിൽ 6 ക്വസ്റ്റ്യൻ. ആൻഡ് ഇറ്റ് വിൽ ബി എ സിമ്പിൾ ക്വസ്റ്റ്യൻ. ട്രൈ ടു സ്പീക്ക്, try to attend the question. Just like attend ചെയ്യാതെ വരല്ലേ, നമ്മൾ പറയാൻ ശ്രമിക്കുക. പിന്നെ ഇതിന്റെ മാർക്ക് സ്പീക്കിങ്ങിലോട്ടല്ല ലിസണിങ്ങിലോട്ട് മാത്രമേ പോകുന്നുള്ളൂ. ബിക്കോസ് ഫോർ എക്സാമ്പിൾ ഇപ്പോ ഏത് ഇൻസ്ട്രുമെന്റ് ആണ് നമുക്ക് ഏതെങ്കിലും ഒരു ചെറിയൊരു ഇൻസ്ട്രുമെന്റ് പേര് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ലൈക്ക് മൈക്രോസ്കോപ്പ് എന്ന് പറയും. അല്ലാതെ ഇറ്റ് ഈസ് എ മൈക്രോസ്കോപ്പ് വേണ്ട. ഓക്കെ, ആ ഒരു ഫുൾ സെന്റൻസ് ആയിട്ട് പറഞ്ഞു. ജസ്റ്റ് മൈക്രോസ്കോപ്പ് ആണെങ്കിൽ മൈക്രോസ്കോപ്പ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ചിലർ ഇറ്റ് ഈസ് എ മൈക്രോസ്കോപ്പ് അല്ലെങ്കിൽ ദ ഇൻസ്ട്രുമെന്റ് യൂസ് ടു എന്ന് പറഞ്ഞ് ആ ഒരു സെന്റൻസ് ഫുൾ ആയിട്ട് അത് ഫ്രെയിം ചെയ്തായിട്ടായിരിക്കും പറഞ്ഞത്. ജസ്റ്റ് ലൈക്ക് ഗിവ് എ 1 വേർഡ് ആൻസർ. പിന്നെ വരുന്ന ക്വസ്റ്റൻ ആണ് സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ. സോ സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത് 6th ക്വസ്റ്റൻ ആണ്. എക്സാമിൽ they will ask you 2 or 3 questions. Summarize group discussion is an extended version of read lecture.
റീഡ് ലെക്ചറിന്റെ ഒരു എക്സ്റ്റൻഡ് വേർഷൻ ആണ്. കാരണം ഇതിൽ ഓഡിയോയുടെ ടൈം തന്നെ ഒരു 2 മിനിറ്റ്സ് അല്ലെങ്കിൽ അതിൽ കൂടുതലായിരിക്കും ഓഡിയോ വരുന്നത്. ഇതിന്റെ പേരിൽ തന്നെ ഉണ്ട് ഗ്രൂപ്പ് ഡിസ്കഷൻ ആണ്. അപ്പോൾ 2 അല്ലെങ്കിൽ 3 പേരായിരിക്കും ഇതിൽ കാണുന്നത്. 3 സ്പീക്കേഴ്സ് അല്ലെങ്കിൽ 2 സ്പീക്കർ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ 2 സ്റ്റുഡന്റ് ഒരു ലെക്ചറോ, അല്ലെങ്കിൽ 2 ലെക്ചർ 2 പ്രൊഫസർ അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റോ തമ്മിലുള്ള ഡിസ്കഷൻ ആയിരിക്കും. ആൻഡ് അക്കാഡമിക് കോൺവെർസേഷൻ ആയിരിക്കും വരുന്നത്. അപ്പൊ അതിൽ നമ്മൾ റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത് 2 മിനിറ്റ്സ് ആണ്. 2 മിനിറ്റ് ആണ് നമ്മൾ ആൻസർ കൊടുക്കേണ്ടത്. അപ്പൊ ബാക്കിയെല്ലാം നമുക്ക് 40 സെക്കൻഡ്സ് ആണെങ്കിൽ നമുക്ക് ഇതിന് നമ്മൾ റെസ്പോൺസ് ടൈം എന്ന് പറഞ്ഞത് 2 മിനിറ്റ്സ് ആണ്. അപ്പൊ 2 മിനിറ്റ്സ് വരെ റെസ്പോൺസ് കൊടുത്താലേ സ്കോർ കിട്ടുമെന്നൊന്നുമല്ല. ജസ്റ്റ് ലൈക്ക് 1.5 മിനിറ്റ്സ് നിങ്ങൾ പറ്റുമെങ്കിൽ അത്രയും കൊടുക്കാം. സി നമ്മൾ ഇറ്റ് ഇസ് നോട്ട് ചെക്കിംഗ് ദി ക്വാണ്ടിറ്റി, ചെക്കിംഗ് യുവർ ക്വാളിറ്റി. നമ്മളിപ്പം ആ കോൺവെർസേഷൻസിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ്, ഇപ്പൊ 3 സ്പീക്കേഴ്സ് ആണെങ്കിൽ 3 സ്പീക്കേഴ്സിന്റെ നമ്മൾ ഇമ്പോർട്ടൻറ്റ് കീവേഡ്സ് കവർ ചെയ്തിട്ടുണ്ട്. ബട്ട് ലൈക്ക് നമ്മൾ 1.5 മിനിറ്റ്സ് കൊണ്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ഗെറ്റ് എ ഗുഡ് സ്കോർ. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഒരു 2 മിനിറ്റ് സംസാരിച്ചാലേ നമുക്ക് ഫുൾ മാർക്ക് കിട്ടുമെന്നല്ല. നമ്മൾ ആ കോൺവെർസേഷനിൽ കീ പോയിന്റ്സ് കവർ ചെയ്താൽ മതി. ബട്ട് ഡോണ്ട് സ്പീക്ക് ലെസ് ദാൻ 30 സെക്കൻഡ്സ്. ഒരു 60 സെക്കൻഡ് താഴെ സംസാരിക്കുമ്പോൾ ഒരു 60 സെക്കൻഡ് അബാവ് സംസാരിക്കുക. അതായത് 1 മിനിറ്റിൽ കൂടുതൽ നമ്മൾ ആ റെസ്പോൺസ് കൊടുക്കാൻ നോക്കാം. എന്നാൽ നമുക്ക് 3 സ്പീക്കേഴ്സിന്റെയും കീ പോയിന്റ്സ് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, മോസ്റ്റ് കാൻഡിഡേറ്റ്സ് ട്രൈ ടു സമ്മറൈസ്, എല്ലാം സമ്മറൈസ് ചെയ്ത് ജസ്റ്റ് ലൈക്ക് ബാലൻസ് യുവർ ഒപ്പീനിയൻ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷനിൽ വരുമ്പോൾ യു ഹാവ് ടു മെൻഷൻ സ്പീക്കർ. നമ്മൾ ആ സ്പീക്കർ 1, സ്പീക്കർ 2, സ്പീക്കർ 3 അങ്ങനെയല്ല, സ്പീക്കേഴ്സിന്റെ കീ പോയിന്റ്സ് ആണ് മെൻഷൻ ചെയ്യാൻ പറയുന്നത്. എല്ലാ സ്പീക്കറിനെയും നമ്മൾ സ്പീക്കർ 1, സ്പീക്കർ 2, സ്പീക്കർ 3 അങ്ങനെയല്ല, പറഞ്ഞ സ്പീക്കറിന്റെ കീ പോയിന്റ്സ് നമ്മൾ കൊടുക്കാം. ഓക്കെ, പിന്നെ ആക്ച്വലി എല്ലാം അവർ പറയുന്ന എല്ലാം കവർ ചെയ്യണമെന്നില്ല, മാക്സിമം ആ കീ പോയിന്റ്സ് മാത്രം നമ്മൾ കൊടുത്താൽ മതി. പിന്നെ നമുക്കിപ്പം ഈ ഫസ്റ്റ് സ്പീക്കർ ആണ് പറഞ്ഞത്, രണ്ടാമത്തെ സ്പീക്കർ ആണെന്ന് പറഞ്ഞെങ്കിൽ ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ്. അതർ സ്പീക്കർ, അനദർ വൺ, യു കെൻ ജസ്റ്റ് ലൈക്ക് അത് മാറ്റി പറഞ്ഞാലും മതി. ഈ സ്പീക്കർ തന്നെയാണോ പറഞ്ഞത് നമുക്കല്ല പറയാൻ പറയുന്നത് അവിടെ. കാരണം അതിനല്ല മാർക്ക്. ഈ സ്പീക്കറിന്റെ ഈ 3 സ്പീക്കേഴ്സിന്റെ കോൺവെർസേഷനിൽ മെയിൻ കീ ഐഡിയാസ് നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടോ, അതാണ് അവർ ചെക്ക് ചെയ്യുന്നത്. എന്താണ് സെൻട്രൽ. ഓക്കെ, ആൻഡ് അവർ 3 പേരും എന്ത് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്, ആ ടോപ്പിക് റിലേറ്റഡ് കീവേഡ്സ് ആണ് വേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ആദ്യം ഓഡിയോയുടെ സ്റ്റാർട്ടിങ് തന്നെ കേൾക്കാം എത്ര പേരാണെന്നും ആരൊക്കെയാണെന്നും എന്താണ് അവർ ഡിബേറ്റ് ചെയ്യുവാണോ അവർ ഡിസ്കസ് ചെയ്യുവാണെന്ന് പറയും. സോ ഡിബേറ്റ് ആണെങ്കിൽ എന്തെങ്കിലും ഒരു ടോപ്പിക് വരും, ആ ടോപ്പിക്ക് നോട്ട് ചെയ്യുക. കാരണം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അത് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ടോപ്പിക് റിലേറ്റഡ് കീവേഡ്സ് അവർ നോട്ട് ചെയ്യണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീവേഡ്സ് എല്ലാം പറയട്ട. Don't try to summarize everything. Just summarize the important content. Focus only on the content. You can just ignore the speaker identities. കുറെ സ്റ്റുഡൻസ് നോക്കുന്നത് എല്ലാ ഒപ്പീനിയൻസും ബാലൻസ് ചെയ്ത് പോവാനാണ്. പക്ഷെ അങ്ങനെ ചെയ്യരുത്. എല്ലാ സ്പീക്കറിനെ മെൻഷൻ ചെയ്ത് പറയാനാ. അതിൽ അത് ഒരു നമ്മൾ പറയുമ്പോൾ തന്നെ ദ സ്പീക്കർ 1 2, ദ സ്പീക്കർ 2, സ്പീക്കർ 3 അങ്ങനെ പറയുമ്പോൾ തന്നെ അതൊരു ഇറ്റ് ഇസ് ലൈക്ക് അത് തെറ്റാണ്, അങ്ങനെ പറയണ്ട. the one, another one, the professor, സ്റ്റുഡന്റ്. നമുക്ക് ആ ഒരു സംസാരിക്കുമ്പം അവരുടെ ആ ഒരു വോയിസും കൂടി റെക്കഗ്നൈസ് ചെയ്ത് എടുക്കാം. ലൈക്ക് അതേപോലെ സംസാരിക്കുന്നത് ഒരു മെയിൽ ആണോ ഫീമെയിൽ ആണോ അതും നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, so that is about the summary group discussion. You will get 2 or 3 questions. 2 minutes ആണ് നമ്മുടെ റെസ്പോൺസ് ടൈം. പിന്നെ ഓഡിയോയുടെ ലെങ്തും കുറച്ചും കൂടി കൂടുതലാണ്. നമ്മൾ റീഡ് ലെക്ചറിന്റെ ഒരു എക്സ്റ്റൻഡ് വേർഷൻ ആണ്. കാരണം റീഡ് ലെക്ചർ നമുക്ക് നമുക്കൊരു 40 സെക്കൻഡ്സ് ആയിരിക്കും ഓഡിയോ കിട്ടുന്നത്. അതിൽ നമ്മൾ കീവേഡ്സ് എടുത്തിട്ട് 40 സെക്കൻഡ്സ് ആയിരിക്കും റെസ്പോൺസ് ടൈം. ഇവിടെ 2 മിനിറ്റ് കൂടുതലുണ്ട് നമുക്ക് ഓഡിയോ തന്നെ. അത് കഴിഞ്ഞിട്ട് 2 മിനിറ്റ് ആണ് സംസാരിക്കേണ്ടത്. അപ്പൊ നമ്മുടെ റീഡ് ലെക്ചർ ഒരാളുടെ കീ പോയിന്റ്സ് എടുക്കുന്ന പോലെ ഇവിടെ 3 പേരുടെ കീ പോയിന്റ്സ് ആണ് നമ്മൾ നോട്ട് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളത് ഫ്ലുവന്റ് ആയിട്ട് പറയാൻ ശ്രമിക്കുക. ഫ്ലുവൻസി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കോണ്ടന്റ് ഉണ്ടെങ്കിലും നമ്മൾ എക്സാമിൽ നോട്ട് ചെയ്യുമ്പോൾ അത് നോട്ട് ടേക്കിംഗ് സ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് കോളംസ് ആയിട്ട് തിരിച്ചു സ്പീക്കർ 1, സ്പീക്കർ 2, സ്പീക്കർ 3, അപ്പൊ സ്പീക്കർ 1 പിന്നെ പറയുമ്പോഴും
നമുക്ക് ഒരു സ്പീക്കറിന്റെ രണ്ടാമത്തെ സ്പീക്കറെ അങ്ങനെയും പറയാം. അപ്പൊ സ്പീക്കർ 1 പറയുമ്പോൾ സ്പീക്കർ 2ന്റെ പറഞ്ഞിട്ടാണോ, സ്പീക്കറിന്റെ 3 പറഞ്ഞിട്ടാണോ, അങ്ങനെയല്ല. ജസ്റ്റ് നിങ്ങൾ സ്പീക്കർ 1ന്റെ കീ പോയിന്റ്സ് ഫോക്കസ് ചെയ്യുക, പിന്നെ അത് കഴിഞ്ഞ് സ്പീക്കർ 2ന്റെ, പിന്നെ സ്പീക്കർ 3, പിന്നെ ഒരു കൺക്ലൂഷൻ, ഒരു ഇൻട്രഡക്ഷനും അതിന്റെ ഒരു കീ പോയിന്റ്സും, 3 സ്പീക്കേഴ്സിന്റെ കീ പോയിന്റ്സും ഒരു കൺക്ലൂഷൻ കൊടുക്കുക. കാരണം ഈ ഒരു ഡിബേറ്റ് ഒക്കെ ആണെങ്കിൽ അവർ 3 പേരും എഗ്രി ചെയ്യുന്ന ഒരു കാര്യം പറയുന്നുണ്ട്, അതും നമ്മൾ ശ്രദ്ധിക്കുക. സോ ദർ ഷുഡ് ബി ഇൻട്രഡക്ഷൻ, എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്, എന്താണ് ടോപ്പിക്, പിന്നെ നമ്മൾ സ്പീക്കർ 1ന്റെയും സ്പീക്കർ 2ന്റെ സ്പീക്കർ 3യുടെ കീ പോയിന്റ്സ് കവർ ചെയ്യും, പിന്നെ നമ്മൾ ഒരു കൺക്ലൂഷൻ കൊടുക്കുക. അപ്പൊ അത് നോർമലി നമുക്ക് അതെല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. നമ്മളിപ്പോ അതിനകത്ത് വരുന്ന ഓഡിയോയിൽ വന്ന ഒരു സമ്മറിയാണ് ഇവിടെ പറയുന്നത്, അല്ലാതെ നമ്മൾ അങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്യാനല്ല പറയുന്നത്. ആസ് ടു ഗിവ് എ സമ്മറി ഓൺ ദ ഡിസ്കഷൻ, ദാറ്റ്സ് ഇറ്റ്. നമുക്ക് തന്നെ നമ്മുടെ ഫ്രേസസ് യൂസ് ചെയ്യാം, പാരഫ്രേസ് ചെയ്യാം. ആ പറയുന്നത് ഈ എക്സാക്ട് വേർഡ്സ് അല്ല, യു കെൻ ജസ്റ്റ് പാരഫ്രേസ് യൂസിങ് യുവർ ഓൺ വേർഡ്സ്. ജസ്റ്റ് അതിന്റെ പേരിൽ തന്നെ ഉണ്ടല്ലോ, സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ. യു ആർ ഗോയിങ് ടു ഗിവ് എ സമ്മറി. കേട്ട ഡിസ്കഷന്റെ സമ്മറിയാണ് നമ്മൾ കൊടുക്കുക. ജസ്റ്റ് ഗിവ് എ റൈറ്റ് സമ്മറി. ഇപ്പൊ വേർഡ് മാറിയാൽ ഒരു കുഴപ്പമില്ല, അത് നിങ്ങളുടെ ഫ്ലുവൻസി എഫക്ട് ചെയ്യും. പിന്നെ ഒരുപാട് സ്പീഡിൽ പറയാതെ ക്ലാരിറ്റി, നമ്മൾ പറയുന്ന ഓരോ വേർഡ്സിനും ക്ലാരിറ്റി കൊടുക്കുക. Okay, the next thing is respond to situation. This is the last question in the speaking module. നമുക്കൊരു സിറ്റുവേഷൻ തരും, in the form of ടെക്സ്റ്റും തരും, ഓഡിയോയും തരും. അത് കഴിയുമ്പോൾ 10 seconds ആണ് പ്രിപ്പറേഷൻ ടൈം. സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ 10 seconds ഉള്ള പ്രിപ്പറേഷൻ ടൈം. അത് കഴിയുമ്പോൾ നമ്മൾ ഇവിടെ റെസ്പോണ്ട് ടു സിറ്റുവേഷൻ 40 seconds ആണ് പറയേണ്ടത്. നമുക്കൊരു റിയൽ ലൈഫ് സിനാരിയോ ആണ് തരുന്നത്, അക്കാഡമിക് ആയിട്ടുള്ള. അപ്പോൾ ആ ഒരു സിനാരിയോ നമുക്ക് ടെക്സ്റ്റ് ആയിട്ടും കാണാം, ഓഡിയോ ആയിട്ടും കേൾക്കാൻ പറ്റും. അപ്പൊ അത് കഴിയുമ്പോൾ നമ്മൾ സംസാരിക്കണം. അപ്പൊ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് സിറ്റുവേഷൻ നോക്കാം. ഓക്കെ, സിറ്റുവേഷൻ ആദ്യം നമ്മൾ മനസ്സിലാക്കാം. ഇപ്പം അത് എന്താ പറയാ, അപ്പോളജൈസ് ചെയ്യേണ്ടതാണോ, അല്ലെങ്കിൽ ആ സിറ്റുവേഷന്റെ കീ ഐഡിയ മനസ്സിലാക്കാം. കാരണം ഇറ്റ് ഈസ് ചെക്കിംഗ് ദ ലോജിക് ആൻഡ് ദ ക്ലാരിറ്റി, നോട്ട് ഇമോഷൻസ്. ഇപ്പൊ നമ്മൾ ആ സിറ്റുവേഷൻ അക്നോളജ് ചെയ്യാം. അക്നോളജ് ദി സിറ്റുവേഷൻ, കണ്ടോ, റെക്കഗ്നൈസ് ദ സിറ്റുവേഷൻ, സ്റ്റേറ്റ് ദ ക്ലിയർ ഇന്റന്റ്, സ്റ്റേറ്റ് ദ പർപ്പസ്, എന്തിനാണ്, ഗിവ് എ ലോജിക്കൽ. ഇപ്പൊ ഒരു പ്രോബ്ലം ആണെങ്കിൽ ആ പ്രോബ്ലമിന് സൊല്യൂഷൻ കൊടുക്കുക, ആൻഡ് മെയിൻറ്റെയിൻ എ പ്രൊഫഷണൽ. ആദ്യം നമ്മൾ എന്താണ് മനസ്സിലാക്കുക, അതൊരു ഫോർമൽ ആണോ, ഇൻഫോർമൽ ആണോ, സെമി ഫോർമൽ ആണോ. അപ്പൊ അതിനുശേഷം നമ്മൾ ആദ്യം എന്താ പറയാ, നമ്മൾ ആദ്യം ഫസ്റ്റ് നമ്മൾ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. പിന്നെ നമ്മൾ തന്നേക്കുന്ന ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ പാരഫ്രേസ് ചെയ്യണം. പിന്നെ എന്താണ് സിറ്റുവേഷൻ എന്ന് മനസ്സിലാക്കുക, അതൊരു പ്രോബ്ലം ആണെങ്കിൽ നിങ്ങൾ സൊല്യൂഷൻ കൊടുക്കുക. എന്താണ് നിങ്ങളോട് ചെയ്യാൻ പറയുന്നത്, ആ സിറ്റുവേഷൻ നമ്മൾ നോക്കിയിട്ട് അതനുസരിച്ച് വേണം നമ്മൾ പറയാൻ. മാക്സിമം ആ ക്വസ്റ്റനിൽ വരുന്ന കീവേഡ്സ് കവർ ചെയ്യാൻ നോക്കുക. ആ തന്നിക്കുന്ന സിറ്റുവേഷൻ നമ്മൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, ആ സിറ്റുവേഷൻ ലൈക്ക് നമ്മൾ ഇമാജിൻ ദാറ്റ് യു ആർ ഇൻ എ സിറ്റുവേഷൻ. ആ സിറ്റുവേഷനിലാണെങ്കിൽ നമ്മൾ എങ്ങനെ എന്തൊരു റെസ്പോണ്ട് ചെയ്യും. പൊളൈറ്റ് ആയിരിക്കണം, ഫോർമൽ ടോൺ ആയിരിക്കണം നമ്മൾ സംസാരിക്കുമ്പോൾ. ഓക്കെ, ആ ടോണും നമ്മൾ നോക്കിക്കണം. സോ ഇപ്പൊ നമുക്ക് ലൈക്ക് സോറി പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോൾ നമുക്ക് ആ ടോണിലും വരണം. ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് പോലെ തന്നെ ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റും ഇമ്പോർട്ടന്റ് ആണ്. താങ്ക് യു ഫോർ യുവർ റെസ്പോൺസ്, താങ്ക് യു ഫോർ യുവർ റിപ്ലൈ. So there should be a closing statement also. Introduction statement, opening statement എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രീറ്റിംഗ് ആണ് നോർമലി പറയുന്നത്, ഗ്രീറ്റിംഗ് സ്റ്റേറ്റ്, ഗ്രീറ്റ് ചെയ്യുക. നമ്മൾ ആ പ്രോബ്ലത്തിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യും. ഓക്കെ, ദെൻ യു വിൽ ആസ്ക് ഫോർ ലൈക്ക് ഒരു ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ്. നമ്മൾ ക്ലോസിംഗ്, ഓക്കെ, നമ്മൾ പറയത്തില്ലേ, വെയിറ്റിംഗ് ഫോർ യുവർ റിപ്ലൈ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ കൺസേൺ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ റെസ്പോൺസ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി RP. അപ്പൊ അതിൽ 40 seconds ആണ്. അതേപോലെ സ്പീക്ക് അബൌവ് ഫോർ 30 seconds മേളിൽ സംസാരിക്കുക. ഡോണ്ട് സ്പീക്ക് ലെസ് ദാൻ ദാറ്റ്. റെക്കഗ്നൈസ് ദ സിറ്റുവേഷൻ ആൻഡ് റെസ്പോണ്ട് അക്കോർഡിംഗ്ലി. അവോയ്ഡ് ചെയ്യേണ്ടത് ഓവർലി ഇമോഷണൽ റെസ്പോൺസസ്, unclear language. നമ്മളോട് ഫോക്കസ് ചെയ്യുന്നത് ക്ലാരിറ്റി ഇൻ ദ ലോജിക്. So that is the important thing. Okay, so that's about the respond to situation. In your exam, you will get 2 or 3 questions. And respond to situation, the mark that contributes only to speaking, not to anything. നമ്മൾ വേറൊരു മോഡ്യൂളിനല്ല കൊടുക്കുന്നത്, ജസ്റ്റ് ടു സ്പീക്കിംഗ് മാത്രമാണ്.
Okay, and fluency control, 90 plus separator. Fluency is time-based, not grammar-based. Focus on continuous speech, flow rather than perfect. Don't restart sentence. Don't self-correct. Avoid fillers like അങ്ങനത്തെ fillers. Continue with that repair. If you have done a mistake, not a matter, just go with the flow. And അത് ഓർത്ത് നമ്മൾ ചിന്തിക്കുകയും വേണ്ട. Don't keep that in mind. Okay, ചെയ്തല്ലോ, അയ്യോ ആ mistake ആണല്ലോ. അങ്ങനെ ചിന്തിക്കുമ്പോൾ you will not be able to move forward. Just leave it. Because fluency എന്ന് പറയുന്നത് it is the continuity ആണ്. ആ flow ആണ്. It's not the speed. So you have to speak continuously. Continue speaking even if you make a mistake. Don't restart or self-correction because അതെല്ലാം നമ്മുടെ fluency affect ചെയ്യും. Okay, once you start a sentence, do not restart, do not self-correct, and do not use fillers. Okay, continuous speech ആണ് good fluency and a stable rhythm, no interruption. Mistakes are acceptable, but stopping is not. Don't stop. Okay, so pronunciation, what AI actually hears. Vowel length. AI measures vowel duration. Slightly stretched vowels score better. Words must end clearly. That's important. Because AI listens for these three things. നമ്മൾ ഓരോ വേർഡ്സ് നമ്മൾ പറയുമ്പോൾ അതിൽ വരുന്ന ഓരോ ലെറ്റേഴ്സിന്റെ പ്രൊനൗൺസിയേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പ്രൊനൗൺസിയേഷൻ സ്കോർ ഇൻക്രീസസ് even if you have a strong accent. Accent, see, don't worry about the accent. Even accent in a mark. Okay, AI actually gives marks for your clarity. നമ്മൾ പറയുന്ന ഓരോ വേർഡ്സിന്റെയും ക്ലാരിറ്റി ആണ് ഇമ്പോർട്ടൻറ്റ്. കോൺസണന്റ് റിലീസ്. Okay, word final consonant release. Clarity beats accent every time. നമ്മൾ പറയുന്ന സ്ട്രെസ്, എല്ലാ വേർഡ്സും സ്ട്രെസ് ചെയ്യേണ്ട, സ്ട്രെസ് ഇമ്പോർട്ടൻറ്റ് വേർഡ്സ്, nouns, verbs, emphasis on the keywords, stress content words. Okay, so the very, very important. So task priority order നോക്കുകയാണെങ്കിൽ, as you can see, read aloud, repeat sentence, read lecture, describe image, respond. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് rather than answer a question. Answer a question മാത്രമേ ഉള്ളൂ least important. ബാക്കി എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ എല്ലാ ടാസ്കും ഫോക്കസ് ചെയ്യുക. റീഡ് അലൗഡിന്റെ മാർക്ക് സ്പീക്കിങ്ങിലോട്ടാണ്. റിപ്പീറ്റ് സെന്റൻസിന്റെ മാർക്ക് ലിസണിങ് ആൻഡ് സ്പീക്കിംഗ്. റീഡ് ലെക്ചർ ലിസണിങ് ആൻഡ് സ്പീക്കിംഗ്. ഡിസ്ക്രൈബ് ഇമേജ് സ്പീക്കിംഗ്. റെസ്പോണ്ട് ടു സിറ്റുവേഷൻ സ്പീക്കിംഗ്. സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ ലിസണിങ് ആൻഡ് സ്പീക്കിംഗ്. ആൻസർ യുവർ ക്വസ്റ്റ്യൻ ലിസണിങ്. അപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ലിസണിങ്ങിലോട്ട് എത്ര മാർക്സ് ആണ്, എത്ര ക്വസ്റ്റ്യൻ മാർക്കാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. റിപ്പീറ്റ് സെന്റൻസ് ലിസണിങ്ങിലോട്ട് കൊടുക്കുന്നുണ്ട്, റീഡ് ലെക്ചർ ലിസണിങ്ങിലോട്ട് കൊടുക്കുന്നുണ്ട്, സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ ലിസണിങ്ങിലോട്ട് മാർക്ക്, ആൻസർ യുവർ ക്വസ്റ്റ്യൻ ലിസണിങ്ങിലോട്ട് മാർക്ക്. അപ്പൊ നിങ്ങളുടെ ലിസണിങ്ങിന്റെ മാർക്ക് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നതും സ്പീക്കിങ്ങിനെയാണ്. അപ്പം എല്ലാ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആണ് rather than answer your question. ബാക്കി എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം ഫോക്കസ് ചെയ്യണം. ഇഫ് യു വാണ്ട് 90 in speaking and answer your question, നമ്മൾ ലീവ് ചെയ്യാനല്ല പറയുന്നത്, അത് അറ്റൻഡ് ചെയ്യുക. ബട്ട് നമ്മൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾക്ക് ഇത് എങ്ങനെ ആൻസർ ഉണ്ടെന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഐ ഡോണ്ട് വാണ്ട് യു ടു ലീവ് ഇറ്റ്. അത് ബ്ലാങ്ക് ആയിട്ട് വിട്ടിട്ട് വരാനോ അറ്റൻഡ് ചെയ്യാതെ വരാനല്ല പറയുന്നത്. ദാറ്റ് ഇസ് എ ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. സോ ജസ്റ്റ് ഗിവ് ഇമ്പോർട്ടൻസ് ടു, നമ്മൾ ആ 5-6 ടാസ്കിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. Don't practice on a daily basis. Just practice like ഒരു ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യം. ബട്ട് എല്ലാ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്ത് പോകണം. മേക്ക് ഷുവർ focus on the fluency plus pronunciation and the content also. Don't give any memorized responses. Don't like memorize anything for summarize group discussion or respond to situation. Content ഭയങ്കര important ആണ്. Okay, so daily 20-minute 90 speaking routine. Actually you don't need long study hours. A consistent 20-minute routine is enough.
read aloud, rhythm practice, repeat sentence. Okay, sentence rebuilding, a subject verb object എന്താ, focus on word order in the stress. പിന്നെ വരുന്നതാണ് read the lecture summarization, summarize group discussion, like 5 minutes മതി, focus on the topic and the key points. പിന്നെ വരുന്നതാണ് fluency shadowing, 5 minutes of fluency practice. It actually improves the natural rhythm and flow. അത് മാത്രമല്ല, consistency over the mock test. Regular practice yields better results than occasional intense sessions. അതേപോലെ മോക്ക് ടെസ്റ്റും നമ്മൾ എല്ലാ ദിവസവും എടുക്കാതെ ലൈക്ക് മൺഡേ, വെൻസ്ഡേ, ഫ്രൈഡേ. കാരണം മൺഡേ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്നിട്ട് എടുത്തു കഴിയുമ്പോൾ ട്യൂസ്ഡേ എന്തൊക്കെയാണ് മിസ്റ്റേക്സ് ഐഡന്റിഫൈ അതൊക്കെ പ്രാക്ടീസ് ചെയ്യാം. പിന്നെ യു കൻ ജസ്റ്റ് ടേക്ക് എ മോക്ക് ടെസ്റ്റ് ഓൺ വെൻസ്ഡേ, നിങ്ങൾ എക്സാം ഡേറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഒരു മൺഡേ, ഫ്രൈഡേ അങ്ങനെ എടുത്തിട്ട് മൺഡേ എടുത്തു കഴിയുമ്പോൾ ട്യൂസ്ഡേ, വെൻസ്ഡേ, തേഴ്സ്ഡേ എവിടെയാണോ വീക്ക് ഏരിയാസ് അവിടെ ഫോക്കസ് ചെയ്യാം. പിന്നെ ഒരു ഫ്രൈഡേ എടുത്താൽ മതി. ഇപ്പൊ നിങ്ങൾ എക്സാമിലോട്ട് അടുക്കുവാണെങ്കിൽ മാത്രം നിങ്ങൾ 3 days എടുക്കാം. അത് എടുത്തിട്ട് നമ്മളത് മോണിറ്റർ ചെയ്യുക, ഫീഡ്ബാക്ക് വാങ്ങിക്കുക, നമ്മൾ എവിടെയാണ് തെറ്റുന്നത്. സോ അത് ചെയ്യുവാണെങ്കിൽ യു കെൻ സ്കോർ വെൽ in speaking. So final insider rule, PT rewards confidence without complexity. So natural conversational pace, clear structure delivery, focus on content clarity, authentic pronunciation. So ഇതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാം. See, remember, you are explaining, not performing. Because stable fluency, clear pronunciation, logical structure, being a confident. Confidence are ഏറ്റവും important. Confident explanation. So control your fluency and stop performing. Your speaking score will rise naturally. ഈ ഒരു ഫൈനൽ റൂൾ നോക്കിയാൽ മതി. You are explaining, not performing. Practice consistently, trust the structure, okay, and let the algorithm do the rest. So that's about the speaking 90 insider. Okay, അപ്പം ഇതാണ് സ്പീക്കിംഗിൽ. So that's about PT speaking 90 insider rule. അപ്പം ഈ പറഞ്ഞേക്കുന്നത് പോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻസ് കൊടുക്കുക, കോണ്ടന്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, സ്ട്രക്ചർ നിങ്ങൾ തന്നെ ഒരു ക്ലിയർ സ്ട്രക്ചർ ഫോളോ ചെയ്യുക. ഫ്ലുവൻസി ആൻഡ് പ്രൊനൗൺസിയേഷൻ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ നോക്കി എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്ത് പോവുകയാണെങ്കിൽ യു വിൽ ഫീൽ കോൺഫിഡൻറ്റ്. ഈ പറഞ്ഞ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ അതേപോലെ ചെയ്യുവാണെങ്കിൽ യു വിൽ ഗെറ്റ് 90 for sure. So practice this and we'll see you in the next video. I'll be coming up with the next module with a lot of tips and strategies. Follow GemSip for more videos. ഇത് മറക്കാതെ watch ചെയ്യുക, practice ചെയ്യുക. See you in the next video. Bye.